ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു സ്ലോ മോർണിംഗ് ആണ്. ഇന്ന് ഭയങ്കര മഴയുള്ളൊരു ദിവസമാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇന്ന് എന്താണ് ഞാൻ കുക്ക് ചെയ്യുന്നത്, എന്താണ് ഞാൻ കഴിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല മഴയുണ്ടായിരുന്നു പുറത്ത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ പോരാത്തതിന് വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാൻ എന്തായാലും കുറച്ച് ലേറ്റാവും. ഞാനിപ്പം എഴുന്നേൽക്കുമ്പോൾ ഏകദേശം 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഭയങ്കര മഴയാണ് കേട്ടോ. അപ്പം ഞാനിന്ന് ജസ്റ്റ് എൻ്റെ ഒരു മോർണിംഗ് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായിട്ടുണ്ട്, 9-9:15 പക്ഷെ എന്നാലും എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ. അങ്ങനെ ഞാനൊരു വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ സ്റ്റാർട്ടാക്കിയത്. പിന്നെ ഞാൻ ഇൻസെൻസ് സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഓരോന്നൊക്കെ കത്തിച്ച് വെച്ചിട്ട് കുറച്ച് വൈബാക്കി. അപ്പോൾ ഇന്നത്തെ എൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ചിക്കൻ കറിയും പൂരി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ഞാൻ ഇന്നലെ 2 ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പൂരിയും ബാജി ആക്കാമെന്ന്. പക്ഷേ ഉരുളക്കിഴങ്ങ് അത്ര ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പൂരി ആൻഡ് ചിക്കൻ കറിയിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്തു. നമുക്കിന്ന് പൂരിയും ചിക്കൻ കറിയും ഉണ്ടാക്കാം. ഓക്കെ. ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ പൂരി ഉണ്ടാക്കണം. പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പൂരിയും ചിക്കൻ കറിയും ഉണ്ടാക്കാം. ഓക്കെ. മതിയെന്ന് തോന്നുന്നു. ഞാനൊരു കണക്കില്ലാണ്ടാണ് ഇടുന്നത്. കൂടിയിട്ട് സോ ഇറ്റ് വിൽ ബി ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് പൂരിത്തരം റവ ഇടുന്നത്. ആൻഡ് ഉപ്പ്. പുറത്തുനിന്ന് കാര്യമായിട്ട് നല്ല അലാം സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അതിന് ആംബുലൻസ് ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. സോ ഇതാണ് നമ്മുടെ മാവ്. നമ്മൾ കുഴക്കണം. വെള്ളം കൂട്ടി കുറച്ച് വെള്ളം കൂട്ടി നമ്മളിത് കുഴച്ചിട്ട് ഒരു പരുവത്തിലുണ്ടാക്കണം. ഞാനിപ്പോൾ ചിക്കൻ മസാല ഉണ്ടാക്കാൻ പോകുന്നു. അപ്പം ഒരു ഈസി റെസിപ്പി ആവും എനിക്ക്. ഇപ്പം ഞാൻ ചിക്കൻ മസാലയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒന്നും ഇടാൻ മറന്നിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ കുറച്ച് തൈരും കൂടി ഇടും. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കും. ഓക്കെ. എന്നിട്ട് മിക്സിയിലിട്ട് പൊടിക്കും, ഉപ്പ് ചേർത്തിട്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. എല്ലാം കാണിച്ചൊരു ഭയങ്കര കുക്കിംഗ് വീഡിയോ ആയിരിക്കും. ഞാൻ ഇത്രയും കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മളെ പൂരി ഉണ്ട ഇവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൂരി ഉണ്ടാക്കണം. പിന്നെ ചിക്കൻ മസാല ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മളുടെ പേസ്റ്റ്. ഓക്കെ. നമ്മൾ കഴുകി വൃത്തിയാക്കി ചിക്കൻ ഇവിടെ ഉണ്ട്. ആക്ച്വലി ഈ ചിക്കൻ്റെ റെസിപ്പി ഞാൻ കുറച്ചൊക്കെ ഷോർട്സിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഷോർട്സ് വൈകാണ്ടിടും. അപ്പോൾ അതിൽ ഞാൻ എന്തായാലും ഒരു പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ മിശ്രിതം ഇതിലേക്ക് ഒഴിക്കുന്നു. ഓക്കെ. ഞാൻ നമ്മൾ കറിയാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പൂരി ഉണ്ടാക്കാം. ഓക്കെ. പൂരി പ്രഷറില്ല. അപ്പം നമ്മൾ തന്നെ പ്രസ്സാക്കി പൂരി ആക്കണം. ഓക്കെ. പൂരി അങ്ങനെ എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു സാധനം അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന് വേണ്ട സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. ആണ്ടിൽ 1-2 പ്രാവശ്യം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ പൂരി. ഫുള്ള് വലുതായി കേട്ടോ, ഫുള്ള് വലുതായി.
അധികം കരിക്കണ്ട. നല്ല പൂ പോലത്തെ കോഴി. ഞാനിത് ഉണ്ടാക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കിടന്ന് പണിയെടുക്കുന്നതിന് പകരമാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. കോഴി ചിക്കൻ കറി കണ്ടിട്ട് ഉണ്ട്. ഞാനങ്ങനെ ബിഗ് ബോസ് നോക്കിക്കൊണ്ടാണ് കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഞാൻ സീസൺ 1 മുതൽ 7 വരെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മോസ്റ്റ്ലി എൻ്റെ വാട്ട് ഐ ഈറ്റ് ആൻഡ് കുക്ക് ഇൻ എ ഡേ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു മോർണിംഗിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.